எவ்வளோ க்ளோஸு? ரொம்ப க்ளோஸா? உட்காருங்க. சொல்லு தம்பி, லவ்வா? സാർ ചോദിച്ചത് കേട്ടില്ലേ? ഗായത്രി കുട്ടിയെ നിനക്ക് ഇഷ്ടമെന്ന് പറയട ഉണ്ണി. அப்படி சொல்லு. கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்தன் வரமாட்டான்னு எனக்கு தெரியும். நீ உட்காரு, நான் போய் காயத்ரி விളിക്കാം. உட்காரு உட்காரு தம்பி, உட்காரு. എന്താണ്? നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് നിന്നെ വലിയ ഇഷ്ടമായെന്നാ തോന്നണത്. നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും ഗായത്രിയും തമ്മിൽ ലവ് എന്നൊക്കെ പറഞ്ഞ? എന്താ നിനക്ക് ലവ് ഇല്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാ. അതല്ല, ലവ് ഉണ്ട്, പക്ഷെ ഇത്ര ദിടീന്ന് പറയണ്ടായിരുന്നു. ഞാൻ ദിടീന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ദിടീന്ന് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത്. എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലേ എന്റെ അമ്മോ. ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ പെണ്ണ് കാണാൻ വന്നവരായിരിക്കട്ടെ. സ്മാർട്ടായിട്ട് വെറുതെ ഇരി. ഗായത്രി കണ്ടോ? ഗായത്രി ഉണ്ണിയെ ഇവർ ഒരുപാട് തല്ലി. ഒന്നുമില്ല, ഇവൻ വെറുതെ. ഗായത്രി ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സില് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങും നിന്നില്ല, തള്ളണ്ടേ വന്നില്ല അല്ലടാ. ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എത്ര വിലപ്പെട്ടാന്ന്. ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേലേ ഗായത്രിക്കും വിഷമമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്തിനാ എന്നെ എന്റെ അച്ഛനെയും ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എന്റെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെയുള്ള ഈ വരവ് അതല്ലേ? ഗായത്രി ഗായത്രി എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ പിന്നെ എന്തിനാ വന്നേ? കുറച്ചു നാളത്തെ പരിചയമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതിയോ? നിങ്ങളാര് ഞാനാര്? നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന 5 ലക്ഷത്തിന് ബാങ്ക് ഗ്യാരണ്ടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത്. താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. കൊണ്ടുപോയിക്കോ. Get out and get lost. എല്ലാം അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പാവുക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനെ സ്വീകരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതെവിടെ? ഈ മന്ത്രി ബംഗ്ലാവിലല്ല, വഴിയോരത്ത് കിടന്ന ആ പഴയ ബസ്സില് അവരോടൊപ്പമാണ്. ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അപ്പ. ഏത് നേരത്താ ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കിയില്ല. നീ എപ്പോഴാ ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം. ഉണ്ണിയേട്ടന്റെ ഗായത്രി, ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഈശ്വര, നമ്മുടെ രക്ഷ കരുതിയായിരിക്കും ഗായത്രി അപ്പ അങ്ങനെ. സുന്ദര, ഇനി നമ്മുടെ രക്ഷയില്ല, അവളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ലക്ഷ്യം. ஐயோ டேய் எங்க கீழ வாடா நொண்டிக்கு அப்பா அடிச்சு போடுடா ராசா. ஐயோ എന്താ എന്താ சார் சும்மா வந்து கலாட்ட பண்றாங்க சார். ஒண்ணும் இல்ல சாமி, நான் இப்படியே டீசெண்டா வாக் பண்ணிட்டு இருக்கும்போது ഇവ വന്ന് എന്നെ പാത്ത് വഴി മാറാൻ ഞൊണ്ടിന്ന് കൂപ്പിട്ടിருக்காப்ல. എടോ പാണ്ടി, തന്നെ ഞൊണ്ടിന്ന് അല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാനാ? என்னடா சொன்னே? നിന്റെ അപ്പൻ ചത്തുനിന്ന്. നീ எனக்கு பணம் தர வேண்டி வா, உனக்கு வாய்ஸ் கிடையாது. അല്ല മുതലാളിയുടെ വെള്ളമടിച്ച് വീണ. மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்காக ஃபர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. മിനിസ്റ്റർ വീട്ടുക്കാ? ஆமா சார். என்ன മിനിസ്റ്റർ വീട്ടുക്ക് ഫർണിച്ചർ. உள்ள இருந்து போடு.
ஆமா இந்த மூஞ்சியை நான் எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். സാർ ഫർണിച്ചർ ഉള്ളേ പോകണം. சரி சரி, ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. பாத்து பாத்து. என்ன மாமா இதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தனும் போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട. വേണ്ട. ദേ, കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണ, എന്നാ? ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്നേ വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. காயத்ரி அம்மா அது பூசா. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് எனக்கு സംസാരിക്കാം. சாய வேண்டாம், பிரியும். എന്നാ നമുക്ക് പിരിയാം. പോ, പോ. തലയില്ലാത്ത മനുഷ്യനാ. എടോ പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ என்னையா அது? யாரியா அவன்? அழுதம். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ, മാറിക്കട. என்னங்குது സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ஃபிங்கர் சிப்ஸ் ரெடியா? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്. ഈശ്വര சார் காப்பாத்துங்க சார். കള്ളു കുടിച്ച് നടക്കാം. മനുഷ്യന് പണി ഉണ്ടാക്കാൻ ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി, നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാൻ ഞാൻ டேய், அறிவு கட்ட முண்டம், பாத்து பண்ணு. മാറിയ ഇത് വഴിയാൻ ചേട്ടാ. என்னங்க என்ன சம்பந்தம்? குடி டேய் அறிவிட்ட முண்டோ, எங்கடா பாத்து போற? கண்ணு தெரியாதா ராஸ்கல்? முதல்ல நான் தான் மூசி. ഇതിനിടയിൽ പെണ്ണുങ്ങളൊക്കെ പിടിക്കണോ? അത്തേണ്ടി വാറ അവിടെ. முதல்ல அங்க கூட்டி பாரு. ഊട്ടിക്ക് கூட்டியா അവന്റെ അപ്പനുണ്ട്. അവിടെ ഇരുന്നോ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த ஃபர்னிச்சர் பார்ட்டி உள்ள போனதாக்கும். இதுவரை காணலையே. இவன்மார் எവിടെ போய் கிடக்கு? டேய், இங்க என்ன பண்ணிட்டு இருக்க? ஒன்றும் இல்லை சார், ഞാൻ அப்படியே வந்து നിന്ന്. செக்யூரிட்டி எல்லாம் கீழே இருக்கணும். ശരി സാർ. ஓ, സെക്യൂരിറ്റി പിന്നെ കീഴെ രണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും.
എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ അത്? പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. എലിയും കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? അല്ല, ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ, ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. മദ്യകുപ്പി അവന്റെ അല്ല, അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരുമില്ല ഇവിടെ. അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. என்ன ഗ്യാസാ? கேஸ் எல்லாம் கீழே ஆ. மேல வரக்கூடாது. ഇല്ല സാർ. என்னது ப்ளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். கிடைச்சாச்சு கிடைச்சாச்சு, எனக்கு ப்ரொமோஷன் உറപ്പ്. கிட்டி போய். நீங்க எனக்கு கடவுள் மாதிரி. இனியும் ப்ளஸ் பண்ணுங்க சார். என்னங்க இது?